ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണതേ പോത്തിൻ്റെ വാരിയൽ റിബ്സ് എന്ന് പറയും. അത് നമ്മൾ സൂപ്പ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനതിനെ കഴുകി കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ചേരുവകൾ നമ്മൾ ഇട്ടിട്ട് വേവിക്കണം. ഉപ്പിടണം, പച്ചമുളക് ഇടണം, വെളുത്തുള്ളി ഇടണം, ഏറെ ഇഞ്ചി ഇടണം, കുറച്ച് കുരുമുളക് കുത്തി ചതച്ചിടണം. ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ കറിവേപ്പില ഇടുക. ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കണം. കുറേ മണിക്കൂർ ചെറിയ സിമ്മിലിട്ടിട്ട് ഇത് വേവിക്കണം. അതിന് ശേഷമാണ് ഇതിനെ കാച്ചി നമ്മൾ ഒന്ന് ചെറുതായിട്ട് വീണ്ടും കുരുമുളക് പൊടിയും ഇത്തിരി ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ സൂപ്പ് പോലെ എടുത്ത് കഴിക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീടാം. ഇപ്പം നമുക്ക് ഇതൊക്കെ വേവിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പച്ചമുളക് ഞാൻ കഴുകിയത് കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 കഷ്ണം ഇഞ്ചി കണ്ട, ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുരുമുളക് കുത്തിച്ചതച്ചത് ഇട്ട് കൊടുക്കുക. ആ കുരുമുളകൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കാണ്. അത് ഇത്തിരി കുറച്ച് ചതയ്ക്കാനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ക്വാണ്ടിറ്റി അധികമുണ്ട്, 2 കിലോൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുരുമുളകും കൂടുതൽ വേണം. അപ്പോൾ കുരുമുളക് ഈ പാകത്തിലാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് കുത്തി ചതച്ച പോലെ കണ്ട. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ടൊന്ന് വേവിക്കണം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എരിവൊക്കെ അടിവരെ ചെല്ലാനായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് വേവിക്കാൻ വെച്ചു. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ അടപ്പത്ത് കിടന്ന് വേകട്ടെ. 10-15 വിസിലടിച്ചാലും അത് വേകൂല, അത്രയും എല്ലിന് സ്ട്രോങ് ഉള്ളതാണ്. അപ്പോൾ അതവിടെ വെന്തതിന് ശേഷം നമുക്ക് കാച്ചുന്ന വീഡിയോ, താളിച്ച് എടുക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇടുള്ളൂ. അപ്പോൾ ശരി കൂട്ടുകാരെ, അപ്പോൾ ഇതിവിടെ കിടന്ന് വേകട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.